പാലക്കാട് വാളയാറിൽ ആൾക്കൂട്ടം കൊന്നുതള്ളിയ രാം നാരായൺ ഭയ്യാർ. കൊന്നത് വെറുമൊരു ആൾക്കൂട്ടമല്ല, RSS കൂട്ടമാണെന്ന് മന്ത്രി MP രാജേഷ്. രാം നാരായൺ എന്ന 31കാരൻ വഴിതെറ്റി വാളയാറിലെത്തിയതാണ്. കഞ്ചിക്കോട് കിൻഫ്ര പാർക്കിൽ ജോലിയുണ്ടെന്നറിഞ്ഞു വന്നതാണ്. കഞ്ചിക്കോടാണെന്ന് കരുതി ചെന്നു പറ്റിയത് വാളയാർ അട്ടപ്പള്ളത്താണ്. അവിടെ കിൻഫ്ര പാർക്ക് അന്വേഷിച്ച് നടക്കുന്നതിനിടെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മുന്നിൽപ്പെട്ടു. അവർ നാട്ടിലെ ചെറുപ്പക്കാരെ വിവരമറിയിച്ചു. അവരെത്തി അതിക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. മരക്കഷ്ണം ഉപയോഗിച്ച് ശരീരമാസകലമടിച്ചു. നിലത്തു വീണ രാംനാരായണന്റെ വയറ്റിൽ ചവിട്ടി. കഴുത്തിലും ഇടുപ്പിലുമൊക്കെ ക്രൂരമായി മർദ്ദനമേറ്റു. പോലീസ് നാട്ടുകാരായ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഇനിയും 10ലേറെ പേർ പിടിയിലാകാനുണ്ട്. കേസിൽ ഉൾപ്പെട്ടവരിൽ 14 പേർ സജീവ RSS പ്രവർത്തകരാണെന്നാണ് CPIM ആരോപിക്കുന്നത്. ഉത്തരേന്ത്യയിലൊക്കെ നടക്കുന്നത് പോലെയുള്ള ആൾക്കൂട്ട മർദ്ദനമാണ് നടന്നതെന്നാണ് ആരോപണം. ബംഗ്ലാദേശുകാരനാണെന്ന് കരുതി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ബംഗ്ലാദേശിൽ നിന്നും വരുന്നവരെ മതം നോക്കി വേർതിരിച്ച് ആക്രമിക്കുന്ന RSS രീതിയാണ് നടന്നതെന്നാണ് പ്രചാരണം. പൊടുന്നനെ ഉണ്ടാകുന്ന പ്രകോപനത്തിൽ 1-2 തവണ തല്ലിയതല്ല അട്ടപ്പള്ളത്ത് സംഭവിച്ചത്. 2 മണിക്കൂറോളം തുടർച്ചയായി തല്ലുന്ന രീതിയാണ് ഉണ്ടായത്. കേട്ടറിഞ്ഞു വന്നവർ പോലും മർദ്ദിച്ചുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അട്ടപ്പള്ളത്ത് നടന്നത്. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. നമ്മുടെ ഇടയിലുമുണ്ട് തല്ലിക്കൊല്ലുന്ന ആൾക്കൂട്ടങ്ങൾ. ആദ്യം ബംഗ്ലാദേശികൾ എന്ന് വിളിച്ച് ശത്രുക്കളാക്കുന്നു. അവിടെ തന്നെയുണ്ട് പ്രശ്നം. ബംഗ്ലാദേശികൾ എന്ന് മുതലാണ് നമ്മുടെയൊക്കെ ശത്രുക്കളായി തുടങ്ങിയത്? ബംഗ്ലാദേശിനെ നമ്മുടെ രാജ്യം ചേർത്തു നിർത്തി പ്രത്യേക രാജ്യമാക്കി നൽകിയതാണ്. ഇന്ത്യയുടെ ബന്ധുക്കളാണ് ബംഗ്ലാദേശികൾ. ഇനി ശത്രു രാജ്യത്തിൽ നിന്നുള്ളവരാണ് എന്ന് തന്നെ കരുതൂ. എന്നാലും ദേഹത്തൊഴുതരി മണ്ണുപാരിയിടാൻ പോലുമുള്ള അവകാശം നമുക്കുണ്ടോ? രാം നാരായൺ ഭയ്യാർ എന്തു തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ മർദ്ദിച്ചത്? അത് 2 മണിക്കൂറൊക്കെ തുടർച്ചയായി. ദുർബലമായ ആ ശരീരം കണ്ടാൽ കരുണയോടെ ഒന്ന് നോക്കാനല്ലാതെ മർദ്ദിക്കാൻ ആർക്കാണ് കഴിയുക? മനസ്സിൽ ലെവലേശം കാരുണ്യമില്ലാത്തവരായി എങ്ങനെയാണ് ഈ ആളുകൾക്ക് ചിന്തിക്കാനും മാറാനും കഴിയുന്നത്? ഇനി മോഷ്ടാവാണ് എന്ന് കരുതിയാണ് മർദ്ദിച്ചത് എന്ന വാദം തന്നെ എടുക്കൂ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ രാം നാരായണൻ മോഷ്ടിക്കുന്നത്? രാം നാരായണന്റെ കയ്യിൽ നിന്നും എന്തെങ്കിലും മോഷണം മുതൽ കണ്ടെടുത്തോ? ആ പ്രദേശത്ത് ആരുടെയെങ്കിലും വസ്തുവകകൾ മോഷണം പോയിട്ടുണ്ടോ? ഒരു മോഷണ ശ്രമത്തെങ്കിലും നടന്നതിന് തെളിവുകളുണ്ടോ? ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യനെ തച്ചുകൊല്ലുകയാണ്. അപര മനുഷ്യ വിദ്വേഷം അത്ര കഠോരമായി കുത്തിവയ്ക്കപ്പെട്ടിട്ടുള്ളവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുകയുള്ളൂ. മനുഷ്യനെ അപരനാക്കുകയും അപരനെ ശത്രുവാക്കുകയും ചെയ്യുന്ന രീതി മനുഷ്യപ്പറ്റുള്ളവർക്ക് വഴങ്ങുന്ന കാര്യമല്ല. വിദ്വേഷം അത്ര കഠിനമായി വളർന്നു വന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ നാട് തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന നിമിഷമാണിത്. അങ്ങനെയൊന്ന് സൃഷ്ടിച്ചവർ തന്നെയാണ് ഇതിന് ഉത്തരം പറയേണ്ടതും. കോഴിയെ മോഷ്ടിച്ചെന്നാരോപിച്ച് ബംഗാളുകാരനായ തൊഴിലാളിയെ തല്ലിക്കൊന്നത് കൊല്ലം അഞ്ചലിലാണ്. കോഴിക്കോട് കൊടിയത്തൂരിൽ 2011 നവംബറിലാണ് ഷഹീദ് ബാവയെ ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. 15ഓളം പേരാണ് ആക്രമിച്ചത്. കല്ലെറിഞ്ഞ് വീഴ്ത്തി പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടിയിട്ട് മർദ്ദിച്ചു. കരിങ്കല്ലും കമ്പിപ്പാരയും ഉപയോഗിച്ച് മർദ്ദിച്ചു. മലപ്പുറത്ത് കിഴിശ്ശേരിയിൽ ബീഹാർ സ്വദേശിയായ രാജേഷ് മാഞ്ചി 2023 മെയ്യിലാണ് കൊല്ലപ്പെട്ടത്. മോഷ്ടാവാണെന്ന് ആരോപിച്ച് നാട്ടുകാർ മർദ്ദിച്ചു കൊല്ലുകയായിരുന്നു. 2024 ഏപ്രിലിൽ മൂവാറ്റുപുഴയിൽ അരുണാചൽ പ്രദേശ് സ്വദേശിയായ അതിഥി തൊഴിലാളി അശോക് ദാസ് കൊല്ലപ്പെട്ടു. ഇതിൽ 10 പേർ അറസ്റ്റിലായി. അപ്പോൾ ഇത്തരം കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. രാം നാരായണന് ഇപ്പോൾ സംഭവിച്ചതിന് സമാനമാണ് അട്ടപ്പാടിയിൽ മധുവിനുണ്ടായ അനുഭവം. അത് 2018 ഫെബ്രുവരി 22-നാണ്. 16-അംഗ സംഘമാണ് ആക്രമിച്ചത്. അരി മോഷ്ടിച്ചു എന്നാരോപിച്ച് കൈകൾ ലുങ്കി കൊണ്ട് ബന്ധിച്ച് കവലയിലേക്ക് 4 കിലോമീറ്റർ നടത്തിച്ചു. കവലയിൽ വെച്ച് ആൾക്കൂട്ടത്തിന് മുന്നിലിട്ട് മർദ്ദിച്ചു. 42 മുറിവുകളായിരുന്നു മധുവിന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. ആ കേസിൽ 16 പ്രതികളിൽ 14 പേർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. എല്ലാവർക്കും കുറഞ്ഞ ശിക്ഷയാണ് ലഭിച്ചതെന്ന് പരാതി ഉണ്ടായി. അതിനൊരു കാരണമുണ്ടായിരുന്നു. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് പോലീസ് കേസെടുത്തത്. 302-ന് പകരം 304A വകുപ്പാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യയാണെന്നാണ് ചാർജ് ഷീറ്റ് സമർപ്പിച്ച ഘട്ടത്തിൽ തന്നെ പറയുകയുമുണ്ടായി. അപ്പോൾ ഈ കേസിൽ ഒട്ടുമിക്ക സാക്ഷികളും പ്രതിഭാഗം ചേർന്നു. അങ്ങനെയാണ് ആ കേസ് അട്ടിമറിക്കപ്പെടുന്നത്. ആൾക്കൂട്ട കൊലപാതകങ്ങളിലുള്ള പല കേസുകളോടും നമ്മുടെ പോലീസിന്റെ സമീപനം ഇങ്ങനെയൊക്കെയാണ്. പ്രതികളെ ശിക്ഷിക്കാനല്ല, രക്ഷിക്കാനാണ് നോക്കുന്നതെന്നാണ് ആരോപണം. അമേരിക്കയിലെ ചാൾസ് ലിഞ്ച് എന്നൊരാൾ സ്വയം ശിക്ഷ വിധിച്ച് ആൾക്കൂട്ടങ്ങളെ കൊണ്ട് തല്ലിക്കൊല്ലിക്കുന്ന സംഭവം ഉണ്ടായി. ലിഞ്ചിങ് എന്ന പദം ഉണ്ടായത് ആ ചാൾസ് ലിഞ്ച് എന്ന പേരിൽ നിന്നാണ്.
ആൾക്കൂട്ട കൊലപാതകം എന്ന് പറയുമെങ്കിലും ഇവരെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമുണ്ടാകും. ഏതെങ്കിലും വ്യക്തിയോ സംഘടനയോ പറയുന്നത് കേട്ടായിരിക്കും ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുക. പൊടുന്നനെ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ പോലും വർഷങ്ങളായി നടക്കുന്ന മസ്തിഷ്ക പ്രക്ഷാളനം കാരണമാകും. അതിഥി തൊഴിലാളികളെ കാണുമ്പോൾ തന്നെ അയാൾ ബംഗ്ലാദേശുകാരനാണെന്നും ശത്രുവാണെന്നും തീരുമാനിക്കുന്ന നിലയിലേക്ക് ആ ബോധം എത്തിയിരിക്കുകയാണ്. ബംഗാൾ എന്ന് ഒരു അതിഥി തൊഴിലാളി പറഞ്ഞാൽ തന്നെ ബംഗ്ലാദേശ് എന്ന് തീർപ്പാക്കുന്ന രീതിയാണ് ഇവിടെ കാണുന്നത്. അതിഥി തൊഴിലാളികളോട് 10 വർഷം മുൻപുണ്ടായിരുന്ന ഒരു മനോഭാവം അല്ല ഇപ്പോഴത്തേത്. അവരെ തൊഴിലിനാവശ്യമാണെങ്കിലും സംശയത്തിന്റെ കണ്ണോടുകൂടിയാണ് ഓരോരുത്തരെയും നോക്കുന്നത്. വിവിധ വഴികളിലൂടെ ഉണ്ടായി വന്ന മതവൈരമാണ് ഇങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാക്കുന്നത്. ഒരർത്ഥത്തിൽ അട്ടപ്പള്ളത് നടന്നത് വംശഹത്യ തന്നെയാണ്. ബംഗ്ലാദേശുകാരനാണെന്ന തോന്നൽ ഈ വംശവെറിയിൽ നിന്നും ഉണ്ടായതാണല്ലോ. ഛത്തീസ്ഗഡുകാരനായ രാംനാരായണന് സ്വന്തം സ്വത്വവും പാരമ്പര്യവും ഒക്കെ അവിടെ പറഞ്ഞു സ്ഥാപിക്കാൻ കഴിയാതെ പോയി. അല്ലെങ്കിൽ താൻ ബംഗ്ലാദേശുകാരനല്ല എന്ന് പറയാനുള്ള ഭാഷ അറിയാതെ പോയി. രാംനാരായണന്റെ തൊണ്ടയിൽ കുരുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു മർദ്ദകരോട് പറയാനുള്ള ആ സത്യം. പക്ഷേ അതൊന്നും കേൾക്കാനുള്ള മാനസികാവസ്ഥ ഉള്ളവരല്ല ആ ആക്രമണം നടത്തിയത്. അവർ രാംനാരായണനെ ശത്രുവായി കണക്കാക്കുകയും തച്ചുകൊല്ലുകയും ചെയ്തു. രാംനാരായൺ ഭാഗേലിന്റെ കൊലപാതകം ഉണ്ടായപ്പോ നമ്മുടെ നല്ലൊരു പങ്കാളുകൾക്കും ധാർമ്മിക രോഷമുണ്ടായി, ദീനാനുകമ്പയും തോന്നി. അതൊക്കെ താൽക്കാലികമാണോ എന്ന് സംശയിക്കണം. മധുവിന്റെ കൊലപാതകം കഴിഞ്ഞ് ഇത്ര കാലമേ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് നിരവധി ആൾക്കൂട്ട കൊലപാതകങ്ങളും മർദ്ദനങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കുന്നത്. നമുക്കൊക്കെ എങ്ങനെ ഇതിന് സാധിക്കുന്നു? കൊണ്ടു നടക്കുന്ന രാഷ്ട്രീയം നേർവഴിക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്നതല്ലെങ്കിൽ ഇങ്ങനെ പലതും സംഭവിക്കും. ഒരു കാലത്ത് രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ നാടായിരുന്നു നമ്മുടെ പേടി സ്വപ്നം. അപ്പോ അത് വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആൾക്കൂട്ടം മനുഷ്യരാണ് എന്ന ബോധം ഉപേക്ഷിച്ച് പ്രാകൃത നൂറ്റാണ്ടുകളിലേക്ക് മടങ്ങുകയാണ്. തിരിച്ചറിവും വിവേചന ബുദ്ധിയും ഉപേക്ഷിക്കുകയാണ്. സ്വയം ശിക്ഷകരാവുകയാണ്. സ്ത്രീകളോടും കുട്ടികളോടുമുള്ള സമീപനത്തിൽ നമ്മുടെ പുരുഷന്മാർ ഒട്ടും മെച്ചപ്പെടുന്നില്ല എന്ന അനുഭവങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ആൾക്കൂട്ടം എന്ന നിലയിൽ സഹജീവികളോടുള്ള സമീപനത്തിന്റെ കാര്യവും. രാംനാരായണനെ മർദ്ദിച്ചവരിൽ സ്ത്രീകളും ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എല്ലാ തരത്തിലുമുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാണ് നമ്മുടെ സ്ത്രീകൾ. അവർ കൂടി മർദ്ദകരുടെ പക്ഷത്ത് ചേർന്ന വിധത്തിലേക്ക് അധപ്പതിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ ബോധ്യങ്ങൾ. ഇങ്ങനെ ഒരു കൊലപാതകം നമ്മുടെ നാട്ടിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലായിരുന്നു. ഇതേക്കുറിച്ച് പറയാൻ അത്യന്തം നീചം എന്നല്ലാതെ മറ്റൊരു വിശേഷണവുമില്ല. സ്പോട്ട്ലൈറ്റിന്റെ മറ്റൊരു വിഷയമായി നാളെ വീണ്ടും ഇതേ സമയം.